Good morning, all. So, today's topic in this environmental science and water management is dealing with the water management techniques. And one another important topic of this particular paper, that is the applications of remote sensing. Okay. So, first we will be dealing with this water management techniques, and then we'll be moving on to this application on remote sensing. Okay. So, first thing that we are going to deal is about the water management technique. അപ്പോൾ നമുക്കറിയണം വാട്ടർ മാനേജ്മെന്റ് ടെക്നിക്സ് എന്ന് പറയുന്നത് വാട്ടറിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള കുറച്ച് ടെക്നിക്സ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദാറ്റ് ഷുഡ് അറൈസ് ഇൻ അവർ മൈൻഡ് ഇസ് ദാറ്റ് വാട്ട് ഇസ് ദ നീഡ് ഓഫ് ദിസ് വാട്ടർ മാനേജ്മെന്റ്. എന്തിനാണ് നമ്മൾ വാട്ടർ ഇത്ര കഷ്ടപ്പെട്ടിട്ട് മാനേജ് ചെയ്യേണ്ട കാര്യം? ബിക്കോസ് നമ്മൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം വെള്ളം എന്ന് പറയുന്നത് ബില്യൺസ് ഓഫ് ഇയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. ഓക്കെ, ആ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഇറ്റ്സ് ലൈക്ക് കണ്ടിന്യൂസ്ലി ഗോയിങ് ഓൺ ത്രൂ ദിസ് വാട്ടർ സൈക്കിൾ. നമുക്ക് വെള്ളം ക്രിയേറ്റ് ചെയ്യാനും പറ്റില്ല അല്ലേ? സോ അതൊരു ഇമ്പോർട്ടൻറ്റ് റിസോഴ്സ് ആണ്. നമുക്ക് ജുഡീഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അതിനെ യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി the future generation was going to get affected in a very bad way. So water resource management is the activity of planning, developing, distributing and managing the optimum use of water resources. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ റിസോഴ്സസിനെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ, അതായത് മാക്സിമം വേസ്റ്റേജ് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള എന്ത് മെഷർമെന്റും വാട്ടർ മാനേജ്മെന്റ് ടെക്നിക്സിൽ വരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഈസ് ദി വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ഇസ് ദ ആക്ടിവിറ്റി ഓഫ് പ്ലാനിങ്, ഡെവലപ്പിംഗ്, ഡിസ്ട്രിബ്യൂട്ടിംഗ് ആൻഡ് മാനേജിംഗ് ദ ഒപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ റിസോഴ്സസ്. ഓക്കെ. Now, water resources management will have to continue to adapt to the current and the future issues facing the allocation of water. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്ടർ മാനേജ്മെന്റ് ടെക്നിക്സിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇന്നലത്തെ ഒരു പ്രശ്നമോ ഇന്നത്തെ പ്രശ്നമോ അല്ല, അത് എന്നും ഉള്ളൊരു പ്രശ്നമാണ്. കാരണം വാട്ടർ എന്ന് പറയുന്ന ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് അത്രയും ലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്നും, അതായത് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ആണെങ്കിലും വരാൻ പോകുന്ന ജനറേഷനിലേക്കാണെങ്കിലും ഒരുപാട് പ്രസക്തമായിട്ടുള്ളൊരു കോൺസെപ്റ്റ് ആണ് ഹൗ ടു മെയിൻറ്റെയിൻ ദ എഫിഷ്യൻറ്റ് യൂസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ ഹൗ ടു പ്രിവെന്റ് ദ unwanted use of water. Okay, so the presence of this water management technique or the method that is used to manage the water technique is having its importance in all the time. Okay, ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആദ്യത്തെ സ്ലൈഡിൽ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് വാട്ടർ ഇസ് ക്രിയേറ്റഡ് ബില്യൺസ് ഓഫ് ഇയേഴ്സ് അഗോ. അത് എന്താ പറയുക, നശിച്ചു പോകാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഡിമിനിഷ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെ ധാരാളമാണ്. സോ നമ്മൾ എക്സ്പെഷ്യലി ബയോളജി സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വി ഹാവ് ടു സീരിയസ്ലി തിങ്ക് അബൌട്ട് സർട്ടൻ ടെക്നിക്സ് ദാറ്റ് ഇസ് helping us as well as a society to improve the fruitful use of water. വെള്ളം പരമാവധി എങ്ങനെ കുറച്ച് ഉപയോഗിക്കാം, വെള്ളം പരമാവധി എങ്ങനെ നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാം എന്ന രീതിയിലുള്ള കുറച്ച് മെഷർമെന്റിലേക്ക് നമ്മളും ബാക്കിയുള്ളവരും ബോധവാന്മാരാക്കുക എന്നുള്ളൊരു ടെക്നിക്കാണ് വാട്ടർ മാനേജ്മെന്റ് ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്ന കുറച്ച് കോമൺ വേസ് ഓഫ് ഹൗ ടു റെഡ്യൂസ് ദ വാട്ടർ. അതായത് വെള്ളം എന്തായാലും ആവശ്യം വരും, പക്ഷെ എങ്ങനെയാണ് നമുക്ക് ആ ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അമൗണ്ട് കുറയ്ക്കാൻ പറ്റുക, വെള്ളം എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു 6 എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ഇസ് ടു റെഡ്യൂസ് ദ ഇൻഡോർ വാട്ടർ യൂസ് ബൈ ചൂസിങ് വാട്ടർ എഫിഷ്യൻറ്റ് ഷവേഴ്സ്, ടോയ്ലറ്റ്സ്, ടാപ്സ് ആൻഡ് അപ്ലയൻസസ്. ഇപ്പൊ നമുക്കറിയാം ഔട്ട്ഡോർ എന്താണെന്നറിയാം, വീടിന്റെ പുറത്തുള്ള കാര്യങ്ങൾ. ഇൻഡോർ എന്ന് പറയുന്നത് വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ. വീടിന്റെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഷവേഴ്സ്, ടോയ്ലറ്റ്സ്, ടാപ്സ് ആൻഡ് അതർ അപ്ലയൻസസ്. ഇപ്പൊ ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷവറിന്റെ കാര്യം എടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്, സാധാരണ ഒരു ഷവർ ആണെങ്കിൽ ഒരു മിനിറ്റിൽ 3 gallons per minute വെള്ളം പോകുന്നുണ്ട്, വെള്ളം ഉപയോഗിക്കപ്പെടുന്നുണ്ട് സാധാരണ ഒരു ഷവറിൽ. ഇപ്പൊ 1 gallon എന്ന് പറയുന്നത് ഏകദേശം 3 ലിറ്റർ വെള്ളമാണ്. അപ്പൊ നമ്മൾ വാട്ടർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഷവറാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വെള്ളത്തിന്റെ ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു ഷവറിൻ്റെതായിട്ടുള്ള പേർപ്പസ് നടക്കും. അതേസമയം ഇവിടെ നോക്കുകയാണെങ്കിൽ ആ ട്രാൻസിഷൻ വളരെയധികം എവിഡന്റ് ആണ്. 3 gallons per minute പകരം ഇറ്റ് ഹാസ് റെഡ്യൂസ്ഡ്
considerably to 2 gallons per minute. അപ്പോൾ നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് 1 gallon എന്ന് പറയുന്നത് 3 ലിറ്റർ വെള്ളമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൽ തന്നെ ഈ ഒരു വാട്ടർ എഫിഷ്യന്റ് ഷവേഴ്സ് നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ എത്രമാത്രം ലിറ്റേഴ്സ് വാട്ടർ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുമെന്നത്. അതുപോലെ തന്നെ ടോയ്ലറ്റ് നമുക്കറിയാം ഫ്ലഷ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ വാട്ടർ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്ലഷിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഫ്ലഷിങ്ങിന്റെ പർപ്പസ് നടക്കും, നല്ലോണം വെള്ളം സേവ് ചെയ്യാനും പറ്റും. ഓക്കെ, next is to minimize the outdoor water use by choosing plants that are appropriate for local growing conditions and by including the low water use areas in the garden design using indigenous plants or low water use species. അതായത് ഡെഫിനറ്റ്ലി ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമുള്ളൊരു ഹോബിയാണ്. ഓക്കെ, വീടിന്റെ മുമ്പിൽ ഒരു പൂന്തോട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. പക്ഷെ അതേസമയം നമ്മൾ എപ്പോഴും ചിന്തയിൽ വെക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് we have to think about the water that is going on to this plants. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു ചില പ്ലാന്റ്സ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ ലൈക്ക് വാട്ടർ ലില്ലി, അത് ഒരുപാട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മൾ ഗാർഡനിങ്ങിന് വേണ്ടിയിട്ട് പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ we have to just think twice or thrice in designing or selecting those plants that is utilizing less water. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗാർഡനിങ്ങിന്റെ പർപ്പസ് നടക്കും, വെള്ളത്തിന്റെ ജുഡീഷ്യസ് യൂസും നടക്കും. Third thing is that we have to minimize the paving of outdoor areas as this increases the heat radiation and water runoff from the site. അതായത് വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു റൺ ഓഫ് വളരെയധികം കൂടുതലായിരിക്കും. ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ചില വീടുകളിലെ പുറത്ത് ടൈൽസ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ആ ടൈൽസ് ഇടുക അല്ലെങ്കിൽ ഒരു ബ്രിക്സ് വെച്ചിട്ട് സീൽ ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് പേവിങ്. അപ്പൊ പരമാവധി പേവിങ് ഒഴിവാക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെതായിട്ടുള്ള ഒരു റൺ ഓഫ് കുറയ്ക്കാനായിട്ട് പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മളിപ്പോ കാറൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ വാഷ് കാർസ് ആൻഡ് ബൈക്സ് ഓൺ ദ ലോൺ ടു വാട്ടർ ദ ഗ്രാസ് അറ്റ് ദ സെയിം ടൈം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രാസ് അല്ലെങ്കിൽ ഒരു ഹെർബ്സ് ഉള്ളൊരു ഏരിയയിലാണ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിട്ടുള്ളത്, അവിടെ വെച്ചിട്ടാണ് നമ്മുടെ കാർ വാഷ് ചെയ്യുന്നതെങ്കിൽ രണ്ട് പേർപ്പസ് ആണ്, ഡ്യുവൽ പേർപ്പസ് നടക്കും. ആ കാർ വാഷ് ഡൗൺ ചെയ്യും, അതിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വി ക്യാൻ ആക്ച്വലി ആ ഒരു പെർട്ടിക്കുലർ ഹെർബ്സിനും അല്ലെങ്കിൽ ഗ്രാസസിനും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ വാട്ടർ കിട്ടുന്നുണ്ട്. പിന്നെ we have to sweep paths and drives instead of hosing them down. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള പൈപ്സും ഡ്രൈവ്സും ഒരു വീടിന്റെ ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അമൗണ്ടിൽ മാത്രമാണ് അതിൽ കൂടെ വെള്ളം നമുക്ക് കടത്തി വിടേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ ഹോസ് ഉപയോഗിച്ചിട്ട് ഇഷ്ടം പോലെ പ്ലാന്റ്സ് നനയ്ക്കുന്നുണ്ട്. നമ്മൾ നനയ്ക്കുന്നത് ആ ഒരു റൂട്ട്സിന്റെ ഇടയിലേക്ക് ആണെങ്കിൽ പോലും ഇഷ്ടം പോലെ വെള്ളം ഇറ്റ്സ് ഗെറ്റിംഗ് ലോസ്റ്റ്. സോ ആ ഒരു കാര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് we can just think about using the sweep paths and drives. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് reuse water wherever possible to reduce the consumption of portable water for non-portable purposes. ഈ ഒരു പോയിന്റ് മനസ്സിലാക്കണമെങ്കിൽ you have to understand what is this portable water. Portable water എന്താണ്? നമുക്ക് കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളത്തിനെയാണ് portable water എന്ന് പറയുന്നത്. അപ്പൊ പല സാഹചര്യങ്ങളിലും ഇപ്പൊ ചില വീടുകളിലാണെങ്കിൽ പോലും കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം, കുടിക്കാൻ അനുയോജ്യമായിട്ടുള്ള വെള്ളം മറ്റ് പർപ്പസസിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കുളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ വാഷിങ്ങിനാണെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. സോ ആ ഒരു പ്രവണത കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അതായത് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക, ബാക്കിയുള്ള പർപ്പസസിന് നോൺ പോർട്ടബിൾ വാട്ടർ തന്നെ ഉപയോഗിക്കുക. അതാണ് ഈ പോയിന്റ്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ സ്ലൈഡിൽ പറഞ്ഞത് 6 പോയിന്റ്സ് ഹൗ ടു റെഡ്യൂസ് ദ യൂസ് ഓഫ് വാട്ടർ അറ്റ് ദ സെയിം ടൈം ബൈ യൂട്ടിലൈസിങ് ദ എഫിഷ്യന്റ് പർപ്പസ് ഓഫ് വാട്ടർ. അതായത് വെള്ളം ഉപയോഗിക്കും, വെള്ളത്തിന് ഉപയോഗം നടക്കും ചെയ്യും, അതേസമയം ഒത്തിരി ലിറ്റേഴ്സ് വെള്ളം നമുക്ക് സേവ് ചെയ്യാനും പറ്റും. അങ്ങനെയുള്ള 6 പോയിന്റ്സ് ആണ് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് എന്ന് പറയുന്നത് 3 ഇമ്പോർട്ടന്റ് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ 3 ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ബൈ വിച്ച് ദ വാട്ടർ ക്യാൻ ബി കൺസേർവ്ഡ്. അതായത് വെള്ളത്തിന്റെ വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള 3 പോയിന്റ്സ് ആണ് ഈ 3 പോയിന്റ്സ്. ദാറ്റ് ഇസ് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ, ദ വാട്ടർ റീയൂസ് ആൻഡ് ദ വാട്ടർ metering. Okay, അപ്പോൾ നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ എഫിഷ്യന്റ് യൂസ് ഓഫ് വാട്ടർ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ. അപ്പോൾ കൺസ്ട്രക്ഷൻ വർക്ക്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കിന്റെ നമ്മളൊരു ഇൻഡസ്ട്രിയൽ വിസിറ്റ് നടത്തുകയാണെങ്കിൽ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇഷ്ടം പോലെ വാട്ടർ ഉപയോഗിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ നമുക്ക് എങ്ങനെ വെള്ളത്തിന്റെ ഉപയോഗം പരമാവധി കുറച്ചിട്ട് ഒത്തിരി ലിറ്റേഴ്സ് വെള്ളം സേവ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ we can utilize the use of this gunny bags അല്ലെങ്കിൽ hessian cloth and ponding techniques for curing. അതായത് നമുക്ക് സിമെന്റ് ആണെങ്കിലും അല്ലെങ്കിൽ കൺസ്ട്രക്ഷന് അനുബന്ധമായിട്ടുള്ള മറ്റു വസ്തുക്കളാണെങ്കിലും നമുക്കത് സൂക്ഷിച്ച്
ഈ ഗണ്ണി ബാഗ്സിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വി ക്യാൻ യൂട്ടിലൈസ് ദിസ് പോണ്ടിങ് ടെക്നിക് ഫോർ ക്യൂറിങ്. ഇപ്പോൾ നമുക്കറിയാം പോണ്ടിങ് എന്ന് പറയുന്നത് it's a concrete curing method that involves keeping concrete slabs under water in small ponds. It is quick, inexpensive and effective method when there is access to water and a suitable material to create a pond like that of a clay soil. അതായത് നമ്മൾ കോൺക്രീറ്റ് ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നതിന് പകരം അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്നതിന് പകരം ഒരു പോണ്ടിൽ ആ ഒരു പോണ്ടിൽ ഈ ഒരു കോൺക്രീറ്റ് ഇറക്കി വെക്കുകയാണ് കുറച്ച് സമയത്തേക്ക്. ആ ഒരു പോണ്ടിലെ വെള്ളം നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്യൂറിങ് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പേർപ്പസ് നടക്കുകയും ചെയ്യും. എന്ത് വെള്ളം ഉപയോഗിച്ചിട്ടാണോ ആ കോൺക്രീറ്റ് ക്യൂർ ചെയ്യണേ ആ ഒരു പോണ്ട് അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇഷ്ടംപോലെ വെള്ളം നമുക്ക് അവിടെ വെച്ച് സേവ് ചെയ്യാൻ പറ്റും. പിന്നെ വി ഹാവ് ടു നമുക്ക് പേഴ്സണൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മാനുവൽ പേഴ്സൺ ഒരാളെ നിയോഗിച്ചിട്ടാണെങ്കിൽ പോലും we have to monitor for the leaks and water wastage. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിൽ സോളി ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇഷ്ടംപോലെ സ്ഥലത്ത് വേസ്റ്റേജ് അല്ലെങ്കിൽ ലീക്കിംഗ് ഓഫ് വാട്ടർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈച്ച് ആൻഡ് എവറി നുക്ക് ആൻഡ് പോയിന്റ് നമുക്ക് ഒരാൾക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഒരാളെ നമ്മൾ അതിനായിട്ട് വേണ്ടിയിട്ട് ടെമ്പററി ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ he can just do a surveillance wherever there is leak he can just inform the higher authority so that they can think about practices to stop that leak and save plenty of water. Pinna you can use treated wastewater or captured rainwater in construction activities. ഇപ്പോൾ നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്താണെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. റെയിൻ വാട്ടറിനെ കൺസേർവ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ വേസ്റ്റ് വാട്ടർ അതായത് ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ അതായത് വേസ്റ്റ് വാട്ടറിൽ ഒത്തിരി ബയോളജിക്കൽ ഫിസിക്കൽ കെമിക്കൽ വേസ്റ്റ് ഉണ്ടാകും. അതിനെ ഒന്ന് ട്രീറ്റ് ചെയ്തിട്ട് ആ വേസ്റ്റിന്റെ എമൗണ്ട് ഒരു പരിധി വരെ കുറച്ചിട്ട് അങ്ങനത്തെ ട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ റെയിൻ വാട്ടർ വഴി ഹാർവെസ്റ്റ് ചെയ്തിട്ടുള്ള വാട്ടറിനെ നമുക്ക് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിലേക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് ദ ഫ്രഷ് വാട്ടർ. സോ ദിസ് ഈസ് ദി ക്യൂറിങ് ബൈ ദ പ്രോസസ് ഓഫ് ദിസ് പോണ്ടിങ് ടെക്നിക്. അതായത് നമുക്ക് ഈ ഒരു കോൺക്രീറ്റിനെ വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ദ ക്യൂറിംഗ് വിൽ ബി ഹാപ്പനിങ് വെരി ഫാസ്റ്റ് ആൻഡ് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി ആൻ ഇൻഎക്സ്പെൻസീവ് മെത്തേഡ് ആൻഡ് ആൻ എഫിഷ്യൻറ്റ് മെത്തേഡ് solely focusing on conserving the water. Okay. So water reuse എന്താണ്? ഇപ്പോൾ വാട്ടർ റീയൂസ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നടത്താനായിട്ട് പറ്റും. അപ്പോൾ രണ്ട് ടൈപ്പ് വാട്ടറാണ്, രണ്ട് ടൈപ്പ് വേസ്റ്റ് വാട്ടറാണ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് ഇസ് ഗ്രേ വാട്ടർ ആൻഡ് സെക്കൻഡ് ഇസ് ബ്ലാക്ക് വാട്ടർ. സോ നമ്മൾ വെള്ളം റീയൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയുന്നതിനെക്കാട്ടും മുന്നേ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേ വാട്ടർ ആൻഡ് ബ്ലാക്ക് വാട്ടർ. ഓക്കെ, അപ്പോൾ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് it is the wastewater from non-toilet plumbing fixtures such as showers, basins and taps. അതായത് ടോയ്ലറ്റിൽ നമ്മൾ ഫ്ലഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന വെള്ളം എന്ന് പറയുന്നത് ബ്ലാക്ക് വാട്ടർ ആണ്. ആ ടോയ്ലറ്റ് പർപ്പസിൽ ഉപയോഗിക്കുന്ന ടോയ്ലറ്റിൻ്റെതായിട്ടുള്ളൊരു purpose കഴിഞ്ഞിട്ടുള്ള വെള്ളം is black water. Apart from that, every other water is known as the grey water. For example, grey water is wastewater from non-toilet plumbing fixtures such as showers, basins and taps. ഇനി ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ മിക്സ്ഡ് വിത്ത് വേസ്റ്റ് ഫ്രം ടോയ്ലറ്റ്. ഓക്കെ, ഹ്യൂമൻ ഫീഷീസ് കാരണം മിക്സ് ചെയ്തിട്ടുള്ള വാട്ടറിന് പറയുന്ന പേരാണ് ബ്ലാക്ക് വാട്ടർ. അപ്പാർട്ട് ഫ്രം ദാറ്റ് നോൺ ടോയ്ലറ്റ് പ്ലംബിംഗ് ഫിക്സ്ചേഴ്സിൽ നിന്ന് വരുന്ന വാട്ടറാണ് ഗ്രേ വാട്ടർ. So each wastewater type must be treated differently and can be used in various ways. The grey water is ideal for garden watering with appropriate precautions such as using low or no sodium and phosphorus products and applying the water below the surface. Appropriately treated grey water can also be reused indoors for toilet flushing and clothes washing, both significant water consumers. അപ്പോൾ നമ്മൾ ഗ്രേ വാട്ടർ എന്താണെന്ന് ഒരു പ്രാവശ്യം കൂടി പറയണം. ഇറ്റ് ഈസ് വേസ്റ്റ് വാട്ടർ ഫ്രം നോൺ ടോയ്ലറ്റ് പ്ലംബിംഗ് ഫിക്സ്ചേഴ്സ് സച്ച് ആസ് ഷവേഴ്സ്, ബേസിൻസ് ആൻഡ് ടാപ്സ്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വേസ്റ്റ് വാട്ടർ അതായത് ഗ്രേ വാട്ടർ നമുക്ക് വേണമെങ്കിൽ പുറത്ത് ഔട്ട്ഡോർ ഫെസിലിറ്റീസിന് അല്ലെങ്കിൽ ഇൻഡോർ ഫെസിലിറ്റീസിന് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഏത് രീതിയിൽ റീയൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ആ ഗ്രേ വാട്ടർ ഉപയോഗിച്ചിട്ട് ഗാർഡൻസ് നമുക്ക് വാട്ടറിങ് പർപ്പസ് നടത്താൻ പറ്റും. വി ക്യാൻ ജസ്റ്റ് വാട്ടർ ദ പ്ലാന്റ്സ്.
പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രേ വാട്ടറിൽ നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഗ്രേ വാട്ടറിൽ സോഡിയം ആൻഡ് ഫോസ്ഫറസിന്റെ എമൗണ്ട് വളരെ കുറവായിരിക്കണം. അതായത് ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഒരു വേസ്റ്റ് വാട്ടർ ആണ്. ആ വേസ്റ്റ് വാട്ടറിൽ സോഡിയം ആൻഡ് പൊട്ടാസ്യത്തിന്റെ ഫോസ്ഫറസിന്റെ എമൗണ്ട് വളരെ കുറവാണെങ്കിൽ മാത്രമാണ് അതിനെ നമുക്ക് ഔട്ട്ഡോർ വാട്ടർ പർപ്പസസ് ആയിട്ടുള്ള വാട്ടറിങ് ദ പ്ലാന്റ്സിന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അത്രയും ക്ലീൻ ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി വളരെ വേസ്റ്റ് കുറഞ്ഞിട്ടുള്ള ഒരു ഗ്രേ വാട്ടർ ആണെങ്കിൽ നമുക്ക് വീണ്ടും ഇൻഡോർ പർപ്പസസിന് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് ഫ്ലഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും, ക്ലോത്ത്സ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ടോയ്ലറ്റ് ഫ്ലഷിംഗ് ആണെങ്കിലും ക്ലോത്ത്സ് വാഷിംഗ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യമായിട്ടുള്ള രണ്ട് പർപ്പസസ് ആണ്. സോ വി ക്യാൻ യൂട്ടിലൈസ് ദ ഗ്രേ വാട്ടർ, വി ക്യാൻ ആക്ച്വലി റീയൂസ് ദ ഗ്രേ വാട്ടർ ഫോർ ദീസ് പർപ്പസസ്. ഓക്കെ, ഇനി ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ മിക്സ്ഡ് വിത്ത് ദ ഹ്യൂമൻ വേസ്റ്റ് അല്ലെ. അത്രയും ഡെഡ്ലി ആയിട്ടുള്ള ഒരു വാട്ടർ ആണ് ബ്ലാക്ക് വാട്ടർ. എന്നാൽ പോലും ബ്ലാക്ക് വാട്ടറിനെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ബ്ലാക്ക് വാട്ടർ റിക്വയർസ് ബയോളജിക്കൽ ഓർ കെമിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ ബിഫോർ റീയൂസ്. For single dwellings, treated and disinfected black water can be used only outdoors and often only for subsurface irrigation. Check with your local council or state health department in local requirements. അതായത് ബ്ലാക്ക് വാട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ മിക്സ്ഡ് വിത്ത് വേസ്റ്റ് ഫ്രം ടോയ്ലറ്റ്. അപ്പൊ അത് നമ്മളൊരു റീയൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ we have to think twice and thrice and we have to make sure that it has undergone biological or chemical treatment as well as disinfection. അതായത് ആ ഒരു ടോയ്ലറ്റ് വാട്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ വേസ്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള വാട്ടർ ആണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഹ്യൂമൻ വേസ്റ്റ് കാരണം തന്നെ ഇറ്റ് ഇസ് ഡെഡ്ലി പാത്തോജനിക്. അപ്പോൾ അതിലുള്ള ബാക്ടീരിയയുടെ എമൗണ്ട് പരമാവധി കുറയ്ക്കുന്ന ഒരു പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഡിസ്ഇൻഫെക്ഷൻ. നമ്മൾ ക്ലോറിനേഷൻ എന്നൊക്കെ പറയണ മാതിരി പരമാവധി കുറയ്ക്കുക, അതിന്റെ ആ ഒരു ഹാനികരമായിട്ടുള്ള ഇഫക്ട്സ് പരമാവധി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ബയോളജിക്കൽ കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്തതിനു ശേഷം, അത് ചെയ്തെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം വി ക്യാൻ യൂട്ടിലൈസ് ദ ട്രീറ്റഡ് ബ്ലാക്ക് വാട്ടർ ഫോർ ദ ഔട്ട്ഡോർ പർപ്പസസ് ലൈക്ക് ദാറ്റ് ഓഫ് ഇറിഗേഷൻ. അപ്പോഴും ഒരിക്കലും നമുക്ക് ബ്ലാക്ക് വാട്ടറിനെ നമുക്ക് ഇൻഡോർ പർപ്പസസിന് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. സ്റ്റിൽ reuse possible ആണ് for outdoor purposes. Okay, so this is a wastewater reuse system. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ it is the bathroomൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം it is actually going into the treatment tank which is fitted with coarse filter and surge tank. And then ഇപ്പോൾ ഇവിടെ filtration ആണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ ബാത്റൂമിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ it may contain soap particles, it may contain clogs of hair. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്രേഷൻ പ്രോസസ് നടക്കും. ദെൻ അതിൽ നിന്നും വീണ്ടും ഫൈൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് there is another tank that is fit with sand filter and reeds, and then it is going into a pump and then it is undergoing the UV disinfection procedure. പിന്നെ അതേപോലെ തന്നെ ടോയ്ലറ്റിൽ നിന്നും ഫ്ലഷ് ചെയ്തിട്ടുള്ള വെള്ളം is getting directly into the disinfection chamber, and then further it will be going into the sewer or septic tank where it is undergoing the physical, chemical and biological treatment to make the water well for reuse. Okay, for the grey water ആണെങ്കിലും black water ആണെങ്കിലും we have to make sure that it has been treated in a way that it is efficient or it is adequate for the reuse purpose. നെക്സ്റ്റ് നമ്മളൊരു ചെറിയൊരു കാൽക്കുലേഷൻ ആണ്. ഇപ്പോൾ വേസ്റ്റ് വാട്ടർ ടൈപ്പ് ബ്ലാക്ക് വാട്ടർ ടോയ്ലറ്റ് ഒരാൾ ഉപയോഗിക്കുന്നത് 20 ലിറ്റർ ഒരു ദിവസം ഉപയോഗിക്കുന്നുണ്ട്. ഗ്രേ വാട്ടർ ആണെങ്കിൽ ഷവർ ചെയ്യാൻ വേണ്ടിയിട്ട് 63 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കൈ കഴുകാൻ വേണ്ടിയിട്ട് വാഷ് ബേസിനിൽ 6 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീനിൽ 13 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ലോണ്ടറി ടാപ്പിൽ 2 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. കിച്ചൺ ടാപ്പിൽ 12 ലിറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഡിഷ് വാഷറിൽ 5 ലിറ്റർ. ഇപ്പോൾ ഡിഷ് വാഷറിന് ആക്ച്വലി കുറവാണ്, പക്ഷെ ഡിഷ് വാഷറൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല എല്ലാവർക്കും പറ്റുന്നത്. ഇറ്റ് ഈസ് എൻ എക്സ്പെൻസീവ് ഡിവൈസ്. അപ്പോൾ ടോട്ടൽ ഇത്രയും എമൗണ്ട് ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടറും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഐ ഓപ്പണർ. നമുക്ക് വേണമെങ്കിൽ നേരത്തെ നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി റെഡ്യൂസ് ദിസ് എമൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് മെനി ഡിഫറെന്റ് ഇൻഡോർ ലൊക്കേഷൻസ് ജനറേറ്റ് വേസ്റ്റ് വാട്ടർ. ഫോർ ഗ്രേ വാട്ടർ, ഇപ്പോൾ ഗ്രേ വാട്ടറും ബ്ലാക്ക് വാട്ടർ എന്താണെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫോർ ഗ്രേ വാട്ടർ വി ഹാവ് ടു മിനിമൈസ് ദ യൂസ് ഓഫ് ക്ലീനിങ് കെമിക്കൽസ്. You can use natural cleaning products wherever possible. Use low or no sodium laundry detergents like soaps and shampoos. Use a lint filter. Clean and replace as necessary to ensure water can flow through it easily. Do not dispose of household chemicals down the sink. Contact your local council or water authority for information on chemical collection services. പരമാവധി
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർജൻസ് ആണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഷാംപൂയിങ് ഏജൻസ് ആണെങ്കിലും ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് അത് ഡയറക്ട്ലി പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലാണ്. അപ്പോൾ ആ വെള്ളം ഇറ്റ് വിൽ ബി ഫ്ലഡഡ് വിത്ത് ദീസ് കെമിക്കൽസ്. അപ്പോൾ നമുക്ക് റീയൂസിങ് പോസിബിൾ ആണെങ്കിൽ ആ കെമിക്കൽസിന്റെ തോത് പരമാവധി കുറച്ചിരിക്കണം. അപ്പോൾ കുറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ അത്രയും വീര്യം കുറഞ്ഞ കെമിക്കൽസ് ഉപയോഗിച്ചിട്ടുള്ള ഷാംപൂ അല്ലെങ്കിൽ soaping agents ഉപയോഗിച്ചാൽ മതി. Then only we can generate grey water that is comparatively safe for reuse. പിന്നെ black water ആണെങ്കിൽ again minimize the use of cleaning chemicals, use natural cleaning products wherever possible. ഇപ്പോൾ ക്ലീനിങ് കെമിക്കൽസിൽ ആർട്ടിഫിഷ്യൽ ഉണ്ട്, നാച്ചുറൽ ഉണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ കെമിക്കൽസിന്റെ ട്രേസസ് വെള്ളത്തിൽ നിന്ന് റിമൂവ് ചെയ്യാൻ ഇറ്റ്സ് വെരി ടഫ്. നാച്ചുറൽ ആണെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് അമെനബിൾ അല്ലെങ്കിൽ അമെൻഡബിൾ ഫോർ ബയോഡിഗ്രഡേഷൻ. നമുക്ക് പെട്ടെന്ന് തന്നെ മറ്റ് ബാക്ടീരിയനെ ക്ലീനിങ് ബാക്ടീരിയ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡു നോട്ട് ഡിസ്പോസ് ഹൗസ് ഹോൾഡ് കെമിക്കൽസ് ഡൗൺ ദ ടോയ്ലറ്റ്. യൂസ് എ സിങ്ക് സ്ട്രെയിനർ ഇൻ ദ കിച്ചൺ ടു ഹെൽപ്പ് പ്രിവെന്റ് ഫുഡ് സ്ക്രാപ്സ് ആൻഡ് അതർ സോളിഡ് ഫ്രം എൻട്രിങ് ഇൻ ടു യുവർ വേസ്റ്റ് വാട്ടർ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഈ രണ്ട് കാര്യങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഗ്രേ വാട്ടർ അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടറിനെ കമ്പാരിറ്റീവ്ലി അത് എന്തായാലും ജനറേറ്റ് ചെയ്യും. ഗ്രേ വാട്ടർ ആണെങ്കിലും ജനറേറ്റ് ചെയ്യും, ബ്ലാക്ക് വാട്ടർ ആണെങ്കിലും നമ്മുടെ വീടിന്റെ ഇൻഡോർസിൽ ജനറേറ്റ് ചെയ്യും. പക്ഷെ എങ്ങനെയാണ് അതിനെ കുറച്ചും കൂടി സേഫ് ആക്കാൻ പറ്റുക? നമ്മൾ എന്തായാലും റീയൂസ് ചെയ്യണമല്ലോ. സോ റീയൂസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് പോകുന്ന കാര്യങ്ങൾ, അതിലേക്ക് പോകുന്ന കെമിക്കൽസ് അത്രയും വീര്യം കുറഞ്ഞതാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഒരു പിക്ചർ ആണ് വാട്ടർ ട്രീറ്റ്മെന്റ് ഫോർ ഔട്ട്ഡോർ യൂസ്. The grey water can be used in gardens with little or no treatment. Subsurface irrigation systems that spread water evenly around the garden and are safer for untreated grey water. So this is the spotted drainage pipes and grey water drip lines that is spread evenly around the gardens. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷനിൽ പഠിച്ചിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നമുക്ക് വീട്ടിൽ നിന്ന് വരുന്ന ഗ്രേ വാട്ടറിനെ നമുക്ക് ഡയറക്ട്ലി പ്ലാന്റ്സിനെ വാട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതിന്റെ തോത്, ആ ഗ്രേ വാട്ടറിന്റെ തോത് വളരെ കൂടുതലാണെങ്കിൽ ഒരു പക്ഷേ പ്ലാന്റ്സിന് അത് ഒട്ടും അഡിക്വേറ്റ് ആയിരിക്കില്ല. അപ്പോൾ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ ഗ്രേ വാട്ടറിനെ നമുക്ക് ആ പ്ലാന്റ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് there is some spotted drainage pipes and grey water drip lines that is spread all across the soil for the efficient channeling of this grey water towards the plants. Okay. നെക്സ്റ്റ് ബ്ലാക്ക് വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റംസ് ഫോർ ഔട്ട്ഡോർ യൂസ്. വീണ്ടും നമ്മൾ ബ്ലാക്ക് വാട്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇറ്റ് ഇസ് എ വാട്ടർ ദാറ്റ് ഇസ് മിക്സ്ഡ് വിത്ത് ഹ്യൂമൻ വേസ്റ്റ്. So outdoors is the only place where treated and disinfected black water can be used. ബ്ലാക്ക് വാട്ടർ എത്രമാത്രം ഹാനികരമാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. അത് റീയൂസ് ചെയ്യണമെങ്കിൽ ഇറ്റ് ഹാസ് ടു അണ്ടർഗോ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആസ് വെൽ ആസ് ഡിസിൻഫെക്ഷൻ. എത്രയൊക്കെ ട്രീറ്റ് ചെയ്താൽ പോലും അതിന്റെ റീയൂസ്, അതായത് ബ്ലാക്ക് വാട്ടറിന്റെ റീയൂസ് is solely restricted to outdoor areas. There are many different types of black water treatment systems suitable for outdoor use. നമുക്കൊരു അവബോധമുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ കേരള ശുചിത്വ മിഷനൊക്കെ ഉണ്ട്. അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് രീതിയിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളൊരു കംപ്ലീറ്റ് അവബോധം അവർ നമുക്ക് തരും ഫ്രീ ആയിട്ട്. On-site wastewater treatment system using microfiltration are now available for domestic use. These systems require no chemicals but do need energy. അതായത് മൈക്രോ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഒരു സാധനമാണ് പാത്തോജൻസ് അഥവാ ബാക്ടീരിയ. അപ്പൊ ബാക്ടീരിയനെ പോലും ഫിൽട്ടർ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഫിൽറ്റേഴ്സ് നമുക്ക് വീടുകളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അവൈലബിൾ ആണ്. ആക്ച്വലി കുറച്ച് കോസ്റ്റ്ലി ആണ്. എന്നാൽ പോലും നമുക്ക് അത് ഉപയോഗിച്ചിട്ട് ബ്ലാക്ക് വാട്ടറിനെ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പാത്തോജൻസും പോകും. കമ്പാരിറ്റീവ്ലി നമുക്ക് ആ ബ്ലാക്ക് വാട്ടറിനെ റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. പ്രാക്ടിക്കലി അത് എത്ര നമ്മുടെ കേരളത്തിലത്തെ കിച്ചൺസിൽ എത്രമാത്രം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇറ്റ്സ് എ പ്രൂവൻ തിങ്. Some treatment systems use worms and microbes and little energy and no chemicals to treat all household wastewater. They produce effluent suitable for subsurface irrigation and compost as the byproduct. Okay. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് there are certain treatment system using worms and microbes. അതായത് ബ്ലാക്ക് വാട്ടറിന് നമ്മൾ മറ്റ് നല്ല മൈക്രോബ്സ്, ഇപ്പോൾ ബ്ലാക്ക് വാട്ടറിലുള്ള മൈക്രോബ്സ് എന്ന് പറയുന്നത് ഹ്യൂമൻ ഫീഷീസ് അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്ക്രീറ്റിലുള്ള മൈക്രോബ്സ് ആണ്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അതിനെ കില്ല് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ബ്ലാക്ക് വാട്ടറിലേക്ക് മറ്റു മൈക്രോബ്സിനെ, നല്ല മൈക്രോബ്സിനെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേംസ്, ഇപ്പോൾ എർത്ത് വേംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബ്ലാക്ക് വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്ലാക്ക് വാട്ടർ ട്രീറ്റഡ് ആവുകയും ചെയ്യും. ആ ബ്ലാക്ക് വാട്ടറിൽ നിന്ന് നമുക്ക്
കമ്പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫെർട്ടിലൈസർ ആണ്, പ്ലാന്റ്സിന്റെ ഗ്രോത്തിനൊക്കെ ഉപയോഗപ്രദമാകുന്ന ഫെർട്ടിലൈസർ ആണ്. കമ്പോസ്റ്റ് നമുക്ക് കിട്ടും ചെയ്യും. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ ആ ബ്ലാക്ക് വാട്ടറിനെ റീയൂസ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ 3 പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം എന്താണ് ബ്ലാക്ക് വാട്ടർ, അത് റീയൂസ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ ഉപയോഗിക്കണം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് ദി ബ്ലാക്ക് വാട്ടർ, എല്ലാ ബ്ലാക്ക് വാട്ടറും ഫ്രം ദ ഹൗസ് which is directly going into the septic tank, and from the septic tank it is directly going into the treatment plant. Treatment plant le combination of treatments nadakkum, physical treatment nadakkum, biological treatment nadakkum, chemical treatment nadakkum. At the end of the day, അല്ലെങ്കിൽ at the end of the treatment, there will be the generation of recycled black water that is efficient for outdoor use. Okay, next we can reusing the grey water indoors. In homes with access to reliable rainwater supply, it is generally more economical just to use grey water outdoors and rainwater indoors. However, if you are unable to collect enough rainwater, treated grey water can be used indoor also. അതായത് നമ്മളിപ്പോൾ ചില വീടുകളിൽ നമുക്ക് റെയിൻ വാട്ടറിനെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള വീടുകളിലാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള റെയിൻ വാട്ടറിനെ നമുക്ക് ഇൻഡോർ പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും, ട്രീറ്റഡ് ഗ്രേ വാട്ടറിനെ ഔട്ട്സൈഡ് പർപ്പസിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടക്കാത്ത വീടുകളിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രീറ്റഡ് ആയിട്ടുള്ള ഗ്രേ വാട്ടറിനെ നമുക്ക് ഇൻഡോർ പർപ്പസസിനും ഉപയോഗിക്കാനായിട്ട് പറ്റും. ദ ട്രീറ്റഡ് ഗ്രേ വാട്ടർ ക്യാൻ ബി റീയൂസ്ഡ് ഫോർ ടോയ്ലറ്റ് ഫ്ലഷിംഗ് ആൻഡ് ക്ലോത്ത്സ് വാഷിംഗ്. ഏറ്റവും കൂടുതൽ വാട്ടർ കൺസ്യൂം ചെയ്യുന്ന ഒരു വീടിന്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് ടോയ്ലറ്റ് ഫ്ലഷിങ്ങും ക്ലോത്ത്സ് വാഷിങ്ങും. അപ്പോൾ ട്രീറ്റഡ് ആയിട്ടുള്ള ഗ്രേ വാട്ടർ ഉപയോഗിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ നമുക്ക് നടത്താനായി പറ്റും. Reusing treated grey water for toilet flushing can save approximately 50 liters of potable water in an average household every day. Reusing treated grey water in clothes washer can save approximately 90 liters of potable water in an average household every day. Grey water treatment and disinfection system approved in your state must be installed to reuse grey water indoors for toilet flushing and clothes washing. These systems give a suitable level of treatment and meet local regulation. അതായത് ഓരോ സ്ഥലത്ത്, ഓരോ കൺട്രിയിലും, ഓരോ സ്റ്റേറ്റിലും, ഓരോ ഡിസ്ട്രിക്റ്റിലും, ഓരോ പഞ്ചായത്തിലും കിട്ടുന്ന വെള്ളത്തിന്റെ ആ ഒരു ക്വാളിറ്റി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ നാട്ടിൽ ഏത് രീതിയിലുള്ള വെള്ളമാണോ കിട്ടുന്നത്, അപ്പൊ ഏത് രീതിയിലുള്ള ഗ്രേ വാട്ടർ ആണോ ജനറേറ്റ് ചെയ്യുന്നത്, ആ ഗ്രേ വാട്ടറിന്റെ ഒരു ക്വാളിറ്റി വേണം റീയൂസ് ചെയ്യണമെങ്കിൽ. ആ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു പാരാമീറ്റേഴ്സ് നമ്മുടെ വീടുകളിൽ ലഭ്യമാകണം. ആ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് റീയൂസ് ചെയ്തിട്ടുള്ള ഗ്രേ വാട്ടേഴ്സ് ടോയ്ലറ്റ് ഫ്ലഷിങ്ങിനാണെങ്കിലും ക്ലോത്ത്സ് വാഷിങ്ങിനാണെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അതായത് റീയൂസിങ് നടന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തരാൻ വേണ്ടിയിട്ട് ആധികാരികമായിട്ടുള്ള രേഖ നമുക്ക് അവൈലബിൾ ആയേ പറ്റൂ. എന്നാൽ മാത്രമാണ് റീയൂസിങ്ങിനെ കുറിച്ച് ആലോചിക്കാനേ പാടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് coarse filtration to remove large particles including hair and prevent clogging. It can be as simple as waterproof box and a filter bag or stocking attached with rubber bands. Check the stocking or bag frequently and replace it when full. അതായത് ഇതാണ് നമ്മൾ ഗ്രേ വാട്ടർ, അതായത് ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം നോൺ ടോയ്ലറ്റ് പർപ്പസിന് ഉപയോഗിക്കുന്ന വാട്ടറാണ്. ആ ഗ്രേ വാട്ടറിൻ്റെതായിട്ടുള്ള എല്ലാ സ്രോതസ്സും ഒരു കോമൺ പൈപ്പിലേക്കാണ് വരുന്നതെങ്കിൽ ആ പൈപ്പിന്റെ അറ്റത്ത് ഒരു ഫിൽട്ടർ പോലെ ഒരെണ്ണം നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഗ്രേ വാട്ടറിലുള്ള വലിയ വലിയ സാധനങ്ങൾ ലൈക്ക് ദാറ്റ് ഓഫ് ഈ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ പ്രിവെന്റ് ദ ക്ലോഗിങ്. ഇപ്പൊ നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത്രയും മുടി പറഞ്ഞ ഗ്രേ വാട്ടറിലേക്ക് അവിടെ പാസ് ചെയ്യുന്നുണ്ടാവും. അതൊരു ക്ലോഗ്ഡ് ഒരു ബോൾ പോലെ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് മേ ആക്ച്വലി ക്ലോഗ് ദ പൈപ്പ്. മാത്രമല്ല അതിനെ റീയൂസ് ചെയ്യാനാണെങ്കിൽ ഇറ്റ് വിൽ ബി സോ ഡേർട്ടി ഓൾസോ. മുടി ഒരു ചെറിയൊരു എക്സാമ്പിൾ മാത്രമാണ്. അപ്പൊ അങ്ങനെയുള്ള വലിയ വലിയ ചങ്ക്സ് ഓഫ് സോളിഡിനെ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫിൽട്ടർ ബാഗ് ആവശ്യമാണ്. അങ്ങനത്തെ ഫിൽട്ടർ ബാഗ് വി കൻ ആക്ച്വലി മേക്ക് യൂസിങ് എ വാട്ടർ പ്രൂഫ് ബോക്സ് ആൻഡ് എ ഫിൽട്ടർ ബാഗ് ഓർ സ്റ്റോക്കിംഗ് അറ്റാച്ച്ഡ്. ഒരു സോക്സ് പോലെ ഒരു പ്ലാസ്റ്റിക് സ്റ്റോക്കിംഗ് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് കൻ ഡയറക്ട്ലി ഫിൽട്ടർ ദ solid particles from it. Okay, these are the facts about reusing the grey water indoors. Okay, next water metering. Water metering is the process of measuring water use. In many developed countries, water meters are used to measure the volume of water used by residential and commercial buildings that are supplied with water by public water supply systems. Installation of water meters at the following location is very much needed: freshwater inlet,
in municipal supply or borewell, in sewage treatment plant outlet, and installation of subwater meters at each dwelling unit within the site. അതായത് നമ്മൾക്ക് അറിയാം, നമുക്കിപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് എത്രയാണെന്ന് നോക്കാൻ വരികയാണെങ്കിൽ അവരാദ്യം ഇലക്ട്രിസിറ്റി ബില്ലിന്റെ മീറ്ററിൽ പോയി റീഡ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം യൂണിറ്റ് ഇലക്ട്രിസിറ്റി ഒരു വീട്ടിൽ കൺസ്യൂം ചെയ്തിട്ടുണ്ട് ഒരു മാസം അല്ലെങ്കിൽ 2 മാസത്തിന്റെ ഡ്യൂറേഷനിൽ. അതുമാതിരി തന്നെ പുറം രാജ്യത്തെ ഡെവലപ്പ് കൺട്രീസിലാണെങ്കിൽ നമ്മൾ എത്രമാത്രം വെള്ളം ഉപയോഗിച്ചു എന്ന്, ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഉണ്ട് ഫ്ലാറ്റ് സിസ്റ്റം, അപ്പാർട്ട്മെന്റ് സിസ്റ്റത്തിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവർ വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഒരു വീട്ടിൽ എത്രമാത്രം വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഏകദേശം ഒരു 4 പേര് അടങ്ങുന്ന ഒരു വീടാണെങ്കിൽ എത്രമാത്രം വെള്ളം വേണ്ടി വരും എന്നുള്ളൊരു ഏകദേശ കാൽക്കുലേഷൻ നമുക്കറിയാം. അതിന് കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അർത്ഥം നമ്മൾ വെള്ളം വേസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ വേസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് വാട്ടർ മീറ്റർ ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വാട്ടർ മാനേജ്മെന്റ് പ്രാക്ടീസ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് വാട്ടർ മാനേജ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഈസി. എന്തിനാണ് വാട്ടർ മാനേജ്മെന്റ്? നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചിട്ട് വാട്ടർ മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുന്ന 6 കാര്യങ്ങൾ: വാട്ട് ഇസ് ഗ്രേ വാട്ടർ, വാട്ട് ഇസ് ബ്ലാക്ക് വാട്ടർ, how this grey water and black water can be reused എന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാട്ട് ഇസ് റിമോട്ട് സെൻസിങ്. ഓക്കെ, remote sensing is the process of gathering information about a phenomenon or object without making physical contact with it. It's used in many fields like geography, geophysics, and land surveying and earth science. അതായത് റിമോട്ട് സെൻസിങ് മീൻസ് സാറ്റലൈറ്റ് സെൻസിങ്. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിക്കുന്ന ആ ഒരു വിഷയം എന്ന് പറയുന്നത് എൻവിറോൺമെന്റൽ സയൻസ് ആൻഡ് വാട്ടർ മാനേജ്മെന്റ് ആണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് റിമോട്ട് സെൻസിങ്. അപ്പോൾ അതായത് ഒരു ലാൻഡിൽ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോഡിയിൽ ഒരു കാര്യം, ഒരു എന്താ പറയുക, സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് ഫയർ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിറ്റക്ട് ചെയ്യണം, അതിൻ്റെ ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം. പക്ഷെ ആ ഡാറ്റ കളക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ്ലി ആ സൈറ്റായിട്ട് ഒരു ഫിസിക്കൽ കോണ്ടാക്ട് വരാണ്ട് തന്നെ നമുക്ക് കുറച്ച് അകലെ നിന്നിട്ട് തന്നെ ഈ ഏരിയയിലത്തെ ഒരു ഡാറ്റ കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു phenomenon പറയുന്ന പേരാണ് remote sensing. Okay, remote sensing is the process of gathering information, that is the main aim, about a phenomenon or object without making physical contact with it. അതായത് എല്ലാ ഇൻഫർമേഷനും കിട്ടും without directly contacting that surface. Okay, ഇത്രയും ഫീൽഡ്സിൽ ജിയോഗ്രഫി, ജിയോഫിസിക്സ്, ലാൻഡ് സർവേയിങ്, വാട്ടർ മാനേജ്മെന്റ്, എർത്ത് സയൻസിലൊക്കെ ഈ ഒരു റിമോട്ട് സെൻസിങ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻസ് ഓഫ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഏറ്റവും അവസാനം വരുന്നത്. ദ റിമോട്ട് സെൻസിങ് ക്യാൻ ബി യൂസ്ഡ് ടു മാപ്പ് ലാർജ് ഫോറസ്റ്റ് ഫയേഴ്സ് ആൻഡ് ദ ഫയേഴ്സ് ഇൻ ദ ഓഷ്യൻ ഫ്ലോർ ആൻഡ് മോർ. അതായത് ഫോറസ്റ്റ് ഫയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏകദേശം 54.15% ഫോറസ്റ്റ് ഫയർ ചെറിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മെഷർ ചെയ്യണമെങ്കിൽ എത്രമാത്രം ഹെക്ടർ ഏരിയാസിലാണ് ഫോറസ്റ്റ് ഫയർ സ്പ്രെഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ it's not that easy to measure, so we have to depend upon this remote sensing devices to measure the extent of this forest fire and its destruction effect. അതുപോലെ തന്നെ നമ്മൾ ഓഷ്യനിൽ ഇപ്പോൾ ഓയിൽ സ്പിൽസ് ഒക്കെ വന്നിട്ട് റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഓഷ്യൻ ഫയർ ഉണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റിമോട്ട് സെൻസിങ് ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ we can ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. The remote sensing can be used to track clouds, volcanoes and dust storms. It can also track the growth of cities and changes in the farmland and forest. അപ്പോൾ അതായത് നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ കേന്ദ്രം അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ന്യൂനമർദ്ദം ബേ ഓഫ് ബംഗാളിൽ നിന്ന് പുറപ്പെട്ടു, അറേബ്യൻ സീയിൽ നിന്ന് പുറപ്പെട്ടു. അത് അവർ ഡയറക്ട്ലി ആ ഒരു സ്ഥലത്ത് പോയിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ടല്ല. ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ദ data, precise data that they are getting from the remote sensing device. They can directly gather the information and send it to the people. Okay, അതുമാതിരി തന്നെ ഒരു സിറ്റി ഇപ്പൊ നമുക്കറിയാം. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ദുബായ് ആണ്. 2000-ലുള്ള ദുബായ്, 2024-ലുള്ള ദുബായ്. അപ്പൊ ഈ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് ദുബായിൽ നേരിട്ട് പോണേക്കാട്ടും കൂടുതലായിട്ട് ഇറ്റ്സ് ദി റിമോട്ട് സെൻസിങ് ഡിവൈസസ് ദാറ്റ് ഇസ് ഡൂയിങ് ദെയർ ജോബ്സ്. പിന്നെ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോറസ്റ്റിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് മനസ്സിലാക്കാനായി പറ്റും. വി ക്യാൻ ഓൾസോ കാൽക്കുലേറ്റ് ദ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ. അതായത് ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹാബിറ്റാറ്റ് ആയിരുന്നു. അപ്പോൾ ആ ഒരു ഹാബിറ്റാറ്റ് ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് വഴി അവിടെ ഒരു ബാരിക്കേഡ് അല്ലെങ്കിൽ ഒരു ബാരിയർ ഫോം ചെയ്തു. ഈ ബാരിയർ ഫോം ചെയ്യുന്നത് 1-2 ദിവസം കൊണ്ടല്ല,
വർഷങ്ങൾ എടുക്കും, 100, 150, 200, 300, 400, 500, 1000 വർഷങ്ങൾ വരെ എടുത്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഫ്രാഗ്മെന്റഡ് ആവുന്നത്. അപ്പൊ ആ ഫ്രാഗ്മെന്റേഷന്റെ ആ ഒരു ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് we can utilize this remote sensing device. This remote sensing device can also be used to study the indicators like leaf area index and chlorophyll fluorescence emission. അതായത് പ്ലാന്റ്സ് നല്ല രീതിയിലാണ് അതിന്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നടക്കുന്നത് എന്ന് ഉറപ്പുവരുത്താനുള്ള 2 പാരാമീറ്റേഴ്സ് ആണ് ലീഫ് ഏരിയ ഇൻഡെക്സും ക്ലോറോഫിൽ ഫ്ലൂറസൻസ് എമിഷനും. അപ്പൊ അത് നമുക്ക് അതിന്റെ കളർ കോഡ് വെച്ചിട്ട് അതിൽ നിന്നും എമിറ്റ് ചെയ്യുന്ന ഗ്യാസസിന്റെ ആ ഒരു ഇൻഡിക്കേഷൻ വെച്ചിട്ട് വി ക്യാൻ ആക്ച്വലി ഡീകോഡ് ദാറ്റ് ഏരിയാസ് പ്ലാന്റ് ഫ്ലറിഷ്മെന്റ്. അതായത് ആ പ്ലാന്റ്സ് നല്ല രീതിയിലാണ് വളരുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും എന്ന് വെച്ചാൽ പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള മാപ്പ് വരച്ചിട്ട് അത് അതോറിറ്റീസിന് കൈമാറാൻ പറ്റുന്ന രീതിയിലുള്ള മെഷർമെന്റ്സ് നമുക്ക് റിമോട്ട് സെൻസിങ് വെച്ചിട്ട് കിട്ടാനായിട്ട് പറ്റും. നെക്സ്റ്റ് is estimating the methane emissions. Remote sensing can also be used to estimate methane emissions from rice field. അപ്പോൾ മീത്തേൻ എന്ന് പറയുന്നത് എന്താ, CH4 ആണ് അല്ലെ. അപ്പൊ മീത്തേൻ റൈസ് ഫീൽഡ്സിന് എമിറ്റ് ചെയ്യോ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ റൈസ് ഫീൽഡ്സിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു എന്താ പറയാ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് മീത്തേൻ ആണ്. അപ്പൊ കാരണം മീത്തേൻ എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ റൈസ് ഫീൽഡ്സ് ഉണ്ട്. ഇപ്പൊ റൈസ് ഫീൽഡ്സിൽ ഒരു പക്ഷെ വെള്ളം ഫ്ലഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകാം. ഓക്കെ, റൈസ് ഫീൽഡ്സിന്റെ ആ ഒരു ബേസിൽ അങ്ങനെ ഫ്ലഡഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ചില സമയത്ത് ഇപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള റൈസ് പ്ലാന്റിന്റെ റൂട്ട്സ് ആ ഒരു ഫ്ലഡിൽ ആ ഒരു വെള്ളത്തിൽ അലിഞ്ഞു ചേരുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ആക്ച്വലി ലീഡ് ടു ദ ഡിഗ്രഡേഷൻ ഓഫ് ദിസ് റൂട്ട്. പിന്നെ ഒരു അനൈറോബിക് കണ്ടീഷൻ കൂടി കിട്ടുകയാണെങ്കിൽ ദാറ്റ് കാർബൺ സോഴ്സ് വിൽ ബി ഡയറക്ട്ലി ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻ ടു മീത്തേൻ സ്ട്രിക്ട്ലി ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ. ഇത് റൈസ് റൂട്ട്സിൽ നിന്ന് മെയിൻ ആയിട്ട് കാണുന്ന ഒരു പെക്യുലാരിറ്റി ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ one of the most prominent sources of this methane emissions is from the rice field. But methane emissions is not at all encouraged because അതൊരു greenhouse gas ആണ് which is having very bad effect on the ozone layer. അപ്പോൾ എത്രമാത്രം methane emissions നടക്കുന്നുണ്ട് ഒരു റൈസ് ഫീൽഡിൽ നിന്നും എന്നുള്ള ഒരു ഡാറ്റ കൂടി കിട്ടാൻ ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഡിവൈസ് ആണ് ഈ റിമോട്ട് സെൻസിങ്. സോ ദാറ്റ് ഈ മീത്തേൻ എമിഷൻസിന്റെ ആ ഒരു ട്രാക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ കൺസേൺഡ് ആയിട്ടുള്ള ഫാമേഴ്സിന്റെ അടുത്ത് ഇൻഫോം ചെയ്യാനും പറ്റും. ആ ഫാമേഴ്സ് they can just think about some strategies to reduce the methane emissions, probably by reducing the flooding or removing the water from that base of this plants. Many practices can be done if there has been a data about the methane emissions which is solely a part of this function or application of the remote sensing. So ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ഈ ഒരു PPT പറഞ്ഞിട്ടുള്ളത്. മെയിൻലി ഫസ്റ്റ് ഇസ് ദ വാട്ടർ മാനേജ്മെന്റ് ടെക്നിക് ആൻഡ് സെക്കൻഡ് ഇസ് അബൌട്ട് ദ ഗ്ലോബൽ sensing and the applications of global sensing. Important ആണ്. You have to see if there is any doubt, just ask me. Okay, for all the best. Thank you.